ഇത് ബ്ലൈസി ജോർജ്, മലയാള നാടിൻ്റെ മാമ്പഴ വനിത. നല്ല ചുടുചുടാ ചുട്ടെടുത്ത ഓംലെറ്റ് കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എന്നാൽ ഓംലെറ്റ് എന്നു പേരുള്ള മാമ്പഴ ഇനത്തെപ്പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുപോലെ ബ്ലാക്ക് റോസാണോ മാമ്പഴ ഇനമാണോ? വിദേശിയും സ്വദേശിയും നാടൻ ഇനങ്ങളും ഉൾപ്പെടെ 100ഓളം മാമ്പഴ ഇനങ്ങൾ കഴിഞ്ഞ 20 വർഷങ്ങളായി ശേഖരിച്ച് വളർത്തി വലുതാക്കി. അവയിൽ നിന്നും പറിച്ചെടുത്ത വ്യത്യസ്തവും രുചികരവുമായ വിവിധ മാമ്പഴങ്ങൾ മാംഗോ ഫെസ്റ്റിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ബ്ലൈസി ജോർജ് എന്ന പ്രവാസി സംരംഭകയുടെ ശേഖരത്തിലാണ് ഇങ്ങനെ വ്യത്യസ്തവും വേറിട്ടതുമായ മാമ്പഴ ഇനങ്ങളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കുന്നത്. നീലം, തോതാപുരി, ഇമാം പസന്ത്, മല്ലിക, അൽഫോൻസോ, ബങ്കനപ്പള്ളി, മൽഗോവ തുടങ്ങി ഏറെ പ്രിയതരമായ സ്വദേശി മാവിനങ്ങൾ, കൊളമ്പ്, കോട്ടൂർക്കോണം, കിളിച്ചുണ്ടൻ, ചക്കരക്കട്ടി, മൂവാണ്ടൻ, കല്ലുകെട്ടി തുടങ്ങിയ നാടൻ ഇനങ്ങൾ, ജംബോ റെഡ്, ബനാന മാംഗോ, ഗോലാത്ത്, ഹോങ്സിയാൻ തുടങ്ങി വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ 100ഓളം മാമ്പഴ ഇനങ്ങളുടെ ശേഖരം ബ്ലൈസി ഒരുക്കിയത് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ 98 വെറൈറ്റി എന്ന് പറയുന്നത് 5 വർഷത്തിന്, അത് 5 വർഷം, ഇത് 5ാമത്തെ വർഷമാണ്. ഈ 5ാമത്തെ വർഷം എത്തിയപ്പോഴാണ് നമ്മൾ ഇത്രയും വെറൈറ്റി സെൽഫ് സഫിഷ്യൻ്റായിട്ട് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ കഷ്ടപ്പാട് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭംഗിയുടെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു 5% മാംഗോ വളരെ സ്നേഹത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ, ലേബർ കമ്മീഷണർ ഉൾപ്പെടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേ ഉണ്ട്. ഇപ്പം പുതിയ വെറൈറ്റി ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം. ഈ 5ാമത്തെ വർഷം ആകുമ്പോഴത്തേന് ഏതൊരു പുതിയ വെറൈറ്റി കണ്ടാലും പറയും ഇത് ഏത് മാങ്ങയാണെന്നും പറഞ്ഞ് സ്നേഹത്തോടെ, ഇവിടെ ഒരു കസ്റ്റമർ എനിക്ക് അറിയത്ത് പോലുമില്ല, അവർ പൊതിഞ്ഞു കൊണ്ടുവന്നൊരു മാങ്ങ ഇവിടെയുണ്ട്. പിന്നെ ഇത് അതുപോലെ ഒരുപാട് പേരുടെ മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്, ഈ സെക്ഷനിലുണ്ട്. അപ്പം അതെല്ലാം എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ്. നമ്മൾ ഈ 5 വർഷം പിന്നിടുമ്പോൾ നമ്മളോടുള്ള ഒരു സ്നേഹവും അവരുടെ സപ്പോർട്ടുമാണ് അത് കാണുന്നത് നമുക്ക്. അപ്പോൾ ഈ മാംഗോ ഫെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ ഒരു വൻ വിജയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സെർവ് ചെയ്യുന്ന ഓരോ മാങ്ങയും, ഇപ്പോൾ ഹിമാ പസന്ത് മാങ്ങ ഇവിടെ ഞങ്ങൾ ഫെസ്റ്റ് തുടങ്ങിയ ഫസ്റ്റ് വർഷം ആർക്കും അറിയത്തില്ല ഹിമാ പസന്ത് മാങ്ങ ഏതാണെന്ന്. ഇപ്പോൾ എല്ലാവരും ഹിമാ പസന്ത് മാങ്ങയുടെ തൈയും ഹിമാ പസന്ത് മാങ്ങ കഴിക്കാനുമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോട്ടൂർക്കോണം മുതൽ കുറ്റിയാട്ടൂർ വരെയുള്ള എല്ലാ മാങ്ങകളും ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടുമാങ്ങകൾ, കൊല്ലത്തിൻ്റെ കർപ്പൂര മാങ്ങ, തിരുവനന്തപുരത്തിൻ്റെ കോട്ടൂർക്കോണം മാങ്ങ, പിന്നെ കണ്ടം പെയ്ത്ത് മാങ്ങ കണ്ണൂരിൻ്റെ, ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും ഇവിടെയുണ്ട്. കാലാപ്പടി. അപ്പോൾ കഴിയുന്ന അത്ര വെറൈറ്റികൾ നമ്മൾ ഇവിടെ എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ തൈകൾ ഉൾപ്പെടെ, ഇപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ ഒരു 90% മാങ്കോടെയും തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. മണൽ അരണ്യത്തിലിരുന്ന് ബ്ലൈസി കണ്ട കൃഷി സ്വപ്നങ്ങൾക്ക് പച്ചപ്പിൻ്റെ നിറക്കൂട്ട് പകർന്നു നൽകിയത് കൃഷി വകുപ്പിൻ്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും വിവിധ പദ്ധതികളായിരുന്നു. ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷൻ പരിപാടി എന്ന് പറയുന്നത് 2005-06 വർഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഉൽപ്പാദനം കഴിഞ്ഞ് വിളവെടുപ്പ് വരെയുള്ള, ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളാണ് പിന്നെ SHM വഴി നടപ്പിലാക്കുന്നത്. പിന്നെ അതിൻ്റെ പരിപാലനം, സംസ്കരണം, വിപണനം എന്നീ ഐറ്റംസ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി നടപ്പിലാക്കുന്നു. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു 3-4 കർഷകരുടെ വിവരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ചവറ ബ്ലോക്കിൽ ഒരു ശ്രീമതി ബ്ലൈസി ജോർജ് എന്ന് പറയുന്ന ഒരു കർഷകയാണ്. അവർക്ക് നമ്മൾ SHM പദ്ധതി വഴി 3-4 കമ്പോണൻസിൻ്റെ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. ഒന്ന് പല പിന്നെ ഭക്ഷ്യവർഗ്ഗ വിളകളുടെ ഏരിയ എക്സ്പാൻഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് അടക്കമുള്ള നമ്മൾ SHMൻ്റെ ധാരാളം ആനുകൂല്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി അവർ നല്ല ഒരു ഉൽപ്പാദകയും നല്ലൊരു സംരംഭകയും ആയി മാറിയിട്ടുണ്ട്. അതുവഴി അവർക്ക് മാർക്കറ്റിങ്ങിലേക്ക് കടക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു മാംഗോ ഫെസ്റ്റ് നടത്തുകയുണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററാണ് അത് വന്ന് ഉദ്ഘാടനം ചെയ്തത്.
അങ്ങനെ നല്ലൊരു മാംഗോ ഫെസ്റ്റ് നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാംഗോ ഫെസ്റ്റ് അവിടെ നടത്തുകയുണ്ടായി. കൊല്ലം ജില്ലയിൽ തെക്കും ഭാഗത്ത് അഷ്ടമുടി കായലിനോട് ചേർന്ന് കിടക്കുന്ന 4 ഏക്കർ ഭൂമിയിൽ വിവിധ ഫലവർഗ വിളകളുടെ വിസ്തൃത വ്യാപനത്തിന് നടപ്പിലാക്കിയ SHM പദ്ധതികളാണ് ബ്ലേസിക്ക് ഫലവർഗ കൃഷിയിൽ കൂടുതൽ താൽപ്പര്യം ജനിപ്പിച്ചത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഏരിയ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് വിവിധയിനം എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, സ്പൈസസുകൾ, മാംഗോ, നട്ട്മഗ്, ക്ലോവ്, പെപ്പർ എന്നിവ ഈ ഫാമിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓൺ ഫാം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ട് ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർന്ന് പാലക്കാട് ജില്ലയിൽ എരുത്തിയാമ്പതിയിൽ ഉയർന്ന സാന്ദ്രതാ രീതിയിൽ 20 ഏക്കറോളം വരുന്ന തെങ്ങിൻതോപ്പിൽ ഇടവിളയായും തനിവിളയായും മാവിൻ്റെ വൈവിധ്യ ശേഖരമാണ് ബ്ലേസി ഒരുക്കിയത്. സീസണിൽ പാലക്കാടും കൊല്ലത്തും വിളയുന്ന മാമ്പഴങ്ങളും മാവ് ഗ്രാഫ്റ്റുകളും പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് മാവ് കൃഷി കൂടുതൽ ജനകീയമാക്കുന്നതിനാണ് ഫാം സ്റ്റോറി എന്ന ഔട്ട്ലെറ്റ് കൊല്ലം ദളവാപുരത്ത് ആരംഭിച്ചതും അവിടെ തുടർച്ചയായ 5-ാം വർഷവും മാംഗോ ഫെസ്റ്റ് വിജയകരമായി നടത്തുന്നതും. ഈ മാങ്ങയെന്ന് പറഞ്ഞാൽ ജംബോ റെഡ്. അപ്പോൾ ഇത് നമ്മൾ ഈ പെർമിസസിൽ നിന്ന് തന്നെ പറിച്ചതാണ് ഈ മാങ്ങ. അപ്പോൾ ഇത് നമ്മൾ പഴുത്തത് 2 മാങ്ങ ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മിനിസ്റ്ററൊക്കെ വന്നപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബനാന മാങ്കോ, ഈ മാങ്ങ, പിന്നെ ഗോലാക്ക്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് മാങ്ങകൾ, ഞാൻ എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല, അത്രയും മാങ്ങകൾ നമ്മൾ ഇവിടെ തന്നെ പറിച്ചതാണ്. പിന്നെ ഇത് നമ്മൾ വിചാരിക്കും ഇതിവിടെ പിടിക്കത്തില്ല എന്ന്. ഇപ്പോഴും ഇവിടെ മാങ്ങ നിപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ അന്നേരം ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും മാങ്ങ നിപ്പുണ്ട്. ബനാന മാങ്ങ മാത്രമേ ഉള്ളൂ മൊത്തം നമുക്ക് പറിക്കേണ്ടി വന്നത്. അപ്പോൾ എല്ലാ മാങ്ങകളും ഇവിടെ പിടിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും കൂടാണിത്. നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും, ഞാൻ UAE ആണല്ലോ, കുറേ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇത് സൂപ്പർ മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടുത്തത് കുറച്ചുകൂടെ കളർ വരും, ഈ പുറത്തൊരു റെഡ് കളർ വരും. ഇത് നമ്മൾ കവർ ചെയ്ത് നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഈ കളർ വന്നത്, അല്ലെങ്കിൽ ഒരു റെഡ് കളർ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് മാങ്ങ ഭയങ്കരമായിട്ട് ഇത്രയുള്ള മാങ്ങകൾ അവിടെയും കിട്ടുന്നത്, പക്ഷേ മധുരമില്ല. നമ്മുടെ ഇവിടുത്തേൻ്റെ അത്രയും മധുരമേ ഇല്ല. അപ്പോൾ അതായത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല ഫ്ലേവറും, ബനാന മാങ്ക അതുപോലെ ബനാന മാങ്ക ഭയങ്കര ഫ്ലേവറാണ് ഇവിടെ. ഞങ്ങളെല്ലാവരും കഴിച്ചു, ഇവിടെ അന്നും മുറിച്ച് കഴിച്ചു. അപ്പോൾ അതും നല്ലതാണ്. ഇതാണ് നമ്മുടെ ജംബോ റെഡ്, നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഫെസ്റ്റിന്. പിന്നെ അതുപോലെ നമ്മളിവിടെ മിനിസ്റ്ററൊക്കെ വന്നപ്പോൾ മുറിച്ചത് മാങ്ങ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, നല്ല ഫ്ലേവറും നല്ല മധുരവുമാണ്, ഒട്ടും നാരില്ല, വലിയ മാങ്ങയാണ്. ഏകദേശം ഒരു 1.5 കിലോ വരും ആ മാങ്ങ. നല്ല കളറുമാണ്. നമ്മൾ കവറിട്ട് നിർത്തിയിരുന്നതുകൊണ്ട് ഈ കളർ, അല്ലെങ്കിൽ റെഡ് കളർ വരും. ഇതാണ് ബനാന മാങ്കോ. ഈ ബനാന മാങ്കോ ഇതുപോലെ യെല്ലോ വെറൈറ്റിയാണ്, ഇതിൻ്റെ റെഡും ഉണ്ട്. ഈ വെറൈറ്റികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പിടിക്കത്തില്ലെന്ന് വിചാരിക്കേണ്ട, ഇവിടെ പിടിക്കും. ഇത് ഇവിടെ പിടിക്കും. അതുപോലെ തന്നെ ഇതിന് നല്ല ഫ്ലേവറാണ്, നല്ല ഫ്ലേവറാണ് ഈ മാങ്ങയ്ക്ക്. നല്ല മധുരവും നല്ല ഫ്ലേവറാണ്. അത് നല്ലതായിട്ട് ഒരു കൊലയിൽ ഒരു 4 മാങ്ങ വീതമൊക്കെ പിടിക്കും. കാരണം ഇവിടെ ഒത്തിരി പിടിച്ചു. നമ്മൾ ഈ ഫെസ്റ്റ് സമയത്തിന് മുമ്പേ ഇത് പഴുത്തു പോയി. നമുക്ക് ഇവിടെ തന്നെ പിടിച്ച മാങ്ങയാണിത്. പിന്നെ നാംടോക്കുമായി നമുക്ക് ഇത് നാംടോക്കുമായി ഇപ്പം നമ്മുടെ മാവിൽ നിപ്പുണ്ട്. ഇത് നാംടോക്കുമായി യെല്ലോ വെറൈറ്റി, ഇത് ഇവിടെ പിടിച്ചതാണ്. ഇത് ഹോസിയാങ്, ഇത് നല്ല വെറൈറ്റിയാണ്. നമ്മൾ കഴിച്ച് നല്ല ഫ്ലേവറുണ്ട്, നല്ല മാങ്ങയാണ്. ഇത് നന്നായിട്ട് പിടിച്ചു. നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് മാങ്ങ പറിച്ചു. ഇത് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് മാങ്ങ. പിന്നെ ഇവിടെ ഫെസ്റ്റിന് വന്ന് കൈ കിട്ടിയവരൊക്കെ പറിച്ചിട്ട് പോയി. നല്ല കളറാണ്, നല്ല മാങ്ങയാണ്. പിന്നെ ഇത് അടുക്കും ചിങ്കിരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് അടുക്കും ചിങ്കിരി, അതും ആ ഡ്രമ്മിനകത്താണ്. ഇത് ഈ മാങ്ങ ഇതുപോലെയാണ്. നമുക്ക് ഇത് കർപ്പൂരത്തിൻ്റെ ഫ്ലേവറാണ് ഈ മാങ്ങയ്ക്ക്. ഇതിൻ്റെ തയ്യേ ഉള്ളൂ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഇവിടെ. അടുത്ത വർഷം ആകുമ്പോഴത്തേന്, കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കൊടുത്തിരുന്നു തയ്യ്. അടുത്ത വർഷം ആകുമ്പോഴത്തേന് എല്ലാവർക്കും ഈ തയ്യാണ് വേണ്ടത്. ഇതിൻ്റെ കളറാണ്, അല്ലാതെ മാങ്ങയുടെ അല്ല, ഇതിൻ്റെ കളറാണ്. മാമ്പഴപ്രിയരായ മലയാളികളെ മാമ്പഴ കൃഷിയിൽ നിന്നും അകറ്റുന്ന പ്രധാന പ്രശ്നം സ്ഥലമില്ല എന്നത് തന്നെ. എന്നാൽ ബ്ലേസിയുടെ ഫാം സ്റ്റോറി ഔട്ട്ലെറ്റ് സന്ദർശിക്കുന്ന ആരും മട്ടുപ്പാവിൽ പോലും മാമ്പഴം വിളയിക്കാം എന്ന പാഠം ഹൃദിസ്ഥമാക്കി മാവിൻ തൈകളും ഓർഡർ ചെയ്താണ് പുറത്തിറങ്ങുന്നത്. ഇത് നമ്മുടെ നാട്ടുമാങ്ങ വെറൈറ്റിയാണ്. ഇത് കണ്ട ചെറിയൊരു കവറിലാണ് ഇത് നിൽക്കുന്നത്. അതായത് ചക്കരക്കുട്ടിയുണ്ട് ഇതിനകത്ത്, നാട്ടുമാങ്ങയുണ്ട്. അപ്പോൾ അന്നേരം ഇത് നമുക്ക് മുറ്റത്തൊക്കെ വെക്കാനായിട്ട് നമ്മളിവിടെ ഇങ്ങനൊരു കൺസെപ്റ്റിലാണ് തൈകൾ സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക്. അവർക്ക് കായ്ച്ച തൈകൾ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. നാട്ടുമാങ്ങയും കായ്ച്ചതുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊരു ഇപ്പോൾ ഇതിൻ്റെ ഈ തൈയൊക്കെ ഉണ്ടല്ലോ, ഇത് ആകുമ്പോൾ നമ്മൾ ഇത് ബഡ് ചെയ്തതിന് ശേഷം നമ്മൾ കവർ ആക്കി വെച്ച് ആദ്യത്തെ കായ പിടിച്ചതാണ് ഇതൊക്കെ. ഇതെന്ന് പറയുന്ന ഒരു 4 വർഷമൊക്കെ ആയ പ്ലാന്റാണ് ഇത്. ഈ മരം ഇത് പ്രിയൂർ എന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ പണ്ട് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. പേരയ്ക്ക മാങ്ങയെന്നും എല്ലാവരും പറയും. ഇത് കവറിലാണ് ഇത് കായ്ച്ചേക്കുന്നത്. ഇവിടെ അത് കവറിൽ തന്നെ എല്ലാം കൂട്ടർക്കോണം മുതൽ എല്ലാം മല്ലിക വരെ കവറിൽ കായ്ച്ചത് ഇവിടെയുണ്ട് എല്ലാം. ഇത് നമ്മുടെ കല്ലുകെട്ടി മാവാണ്. കല്ലുകെട്ടി മാവ് അറിയാമല്ലോ, വളരെ വലിയ മാവാണ് വന്നത്. പക്ഷേ അതും നമ്മൾ കവറിൽ വെച്ചാൽ കായ്ക്കും. ഇതൊരു 20ൻ്റെ ചെറിയ 18ൻ്റെ കവറാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഇതിലിപ്പോൾ 2ാമത്തെ മാങ്ങയാണ് ഈ വർഷത്തെ. കാരണം ഞങ്ങൾ ആദ്യം ഒരു മാങ്ങ മുറിച്ച് കഴിച്ചിരുന്നു. അപ്പോൾ ഇത് കല്ലുകെട്ടി നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ബ്ലാക്ക് റോസ് എന്നുള്ള ഒരു വെറൈറ്റി. ഇത് എപ്പോഴും കായ്ക്കും, നല്ല ഒരുവിധം താണ്ട്. ഇത് നല്ല മാങ്ങയാണ്, വലിയ പുഴുക്കേടൊന്നുമില്ല, ആദ്യം പിടിക്കുകയും ചെയ്യും. ഈ കോട്ടയപ്പറമ്പൻ പോലെ, കോട്ടയപ്പറമ്പൻ ഇവിടെ നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട് നമുക്ക്. ഇത് നമ്മളൊരു ചെറിയ കവറിലാണ് ഈ തോത്താപ്പൂരി കായ്ച്ചേക്കുന്നത്. തോത്താപ്പൂരി സേലം, ബംഗ്ലോറ, കിളിമൂക്കെന്നൊക്കെ പറയും ഇതിന്. ഇത് ആപ്പിൾ റൊമാനിയാണ്. ഇതുണ്ട്, ഒരു ചെറിയൊരു തൈയാണിത്. നമ്മളിവിടെ ഈ കസ്റ്റമേഴ്സ് ഇപ്പം നമ്മളിത് 5ാമത്തെ വർഷമായി. അപ്പം നമുക്ക് ഉള്ള റിവ്യൂ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് സന്തോഷത്തോടെ നമ്മൾ കൊടുത്തിട്ട് കായ്ച്ചു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഇത് ഞാൻ എടുത്തു പറയുന്നത് എസ്പെഷ്യലി ഡോക്ടേഴ്സാണ്. ഇവിടെ കൂടുതലും അവർക്കാണ് കളക്ഷൻ ഉള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ മകൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഭയങ്കര കൃഷിക്കാരാണ് അവർ. ഈ ഇങ്ങനെയുള്ളതിനകത്ത് അവർ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അവരാണ് കൂടുതൽ ഇങ്ങനെയുള്ളത് കായ്ച്ചതും ഇവിടെ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ തൈകൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് സപ്ലൈ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഫെസ്റ്റിന് വന്നപ്പം നമ്മൾ കുറച്ച് പേർക്ക് നമ്മൾ പാലക്കാട് നിന്ന് വണ്ടി തിരിച്ചു പോയപ്പോൾ നമ്മൾ കൊടുത്തു വിട്ടു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എല്ലാവരുടെയും ഓർഡർ എടുത്തിട്ട് നമ്മൾ ഒരു സർവീസ് തുടങ്ങാനായിട്ടാണ്. നമ്മൾ പെറ്റ്സിനെ കൊണ്ടുവന്ന വണ്ടിയിലായിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 5.5 അടിയുള്ള തൈകളെ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ, അല്ലാതെയുള്ള തൈകൾ നമുക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ അന്നേരം ഇത് കസ്റ്റമേഴ്സിന് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വാഹനം തന്നെ ആവശ്യമുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫെസ്റ്റിന് വന്നപ്പോഴും 2-3 പേര് ഒന്നിച്ച് വന്നപ്പോൾ ഞങ്ങളത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 5-6 ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത മൾട്ടി ഗ്രാഫ്റ്റ് ഇനങ്ങളും ഇവിടെ നിന്നും വിറ്റഴിക്കുന്നു. മൾട്ടി ഗ്രാഫ്റ്റാണ് ഇത് മൾട്ടി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വെറൈറ്റി, ഒരു മാവിൽ തന്നെ 5-6 വെറൈറ്റി ഉണ്ട്. അതിനകത്ത് മാങ്ങയാണത്. അതിപ്പോൾ കാറ്റിമോണാണ്. ഒരു വീട്ടിലേക്ക് നമുക്കിപ്പോൾ ഒരു മാവ് മതി. ഇപ്പോൾ 5, 6, 8 വെറൈറ്റിയൊക്കെ പാലക്കാടുള്ളത് അവിടെ ഉണ്ട് നമുക്ക് ഇതുപോലെ ഡ്രമ്മിൽ. പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. കണ്ടോ, അത് നല്ലപോലെ പിടിക്കുകയും ചെയ്യും. നമ്മൾ കമ്പൊതുക്കി കൊടുത്താൽ മതി. ഒരെണ്ണത്തിന് വളർച്ച കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് പ്രൂണിങ്ങിൻ്റെ ടൈമിൽ ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് കണ്ടോ, ഇത് 1, 2, 3, 4, 5, 6, 7, 8 വെറൈറ്റിയാണ്. മൾട്ടിഗ്രാഫ്റ്റൊക്കെ നമുക്ക് 5000 അങ്ങനെ ഈ കവർ, അത് കവർ ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പത്തിന്. ഇതിപ്പോൾ തന്നെ കണ്ടോ ഒരു 6 അടിയൊക്കെ ഇല്ലേ ഈ പ്ലാന്റ്. അപ്പോൾ ഈ ഡ്രമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കവറിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവർ കൊണ്ടുപോയിട്ട് കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് ഡ്രമ്മിലാക്കിയാൽ മതി. അപ്പോൾ എളുപ്പമാണ്. കൃത്യമായി കായ്ക്കുന്നതിന് ശിഖരങ്ങൾക്കിടയിൽ സൂര്യപ്രകാശം കിടക്കത്തക്ക രീതിയിൽ പ്രൂണിംഗ് നടത്തിയ തൈകളാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു മെത്തേഡെന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതിൻ്റെ സെൻട്രലൊന്നുമില്ല കണ്ടോ, ഇതിൻ്റെ സെൻട്രലില്ല. അതാ ഇതിൻ്റെ കണ്ടോ, ഇത് നോക്ക്, ഇതിൻ്റെ സെൻട്രലൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇത് ഫുള്ള് വെയിൽ സൺലൈറ്റ് ഇതിനകത്ത് കിട്ടുന്ന ഇതും അതുപോലെ കണ്ടോ. അതാ ഇങ്ങനെയാണ് നിർത്തേണ്ടത് മാവ് കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതുകൂടെ അങ്ങ് വെട്ടും. അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്താണ് ഇവിടെ ഈ മാവുകളെല്ലാം വെച്ചത്. ഇത് വെള്ളരി മാങ്ങയാണ്, വെള്ളരി മാവ് നമ്മളവിടെ താഴെ വെച്ചിട്ടുണ്ട്. ഇത് ചെറുതാണ്, ഒരുപാട് വലുതാവും ഇത്. മാവ് കൂടാതെ വ്യത്യസ്ത ഇനം ഫലവൃക്ഷങ്ങളും സന്ദർശകർക്ക് ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട്. ഇത് കായ്ച്ച പ്ലാന്റുകളാണ് കൂടുതലും നമുക്ക് ഇവിടുന്ന് ആവശ്യക്കാരുള്ളത്. എല്ലാം ഉണ്ട്, പേര വെറൈറ്റികൾ എല്ലാ വെറൈറ്റിയുടെയും ഉണ്ട്. ഇത് ഇവൻ അബിയു വരെ നമുക്ക് കായ്ച്ചത് ഇവിടെയുണ്ട്. ഇത് നമ്മൾ ഇന്ത്യൻ മൂസമ്പിയാണ്, ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കളക്ഷനകത്തുള്ളതാണ്. ഇത് മൂസമ്പി. ഇതെല്ലാം പാലക്കാട്ടുള്ള കൃഷിയിടത്തിൽ അതിസാന്ദ്രത രീതിയിലാണ് മാവുകൾ നട്ടിരിക്കുന്നത്. ഏക്കറിന് 380 മാവുകൾ എന്ന കണക്കിൽ. ഒപ്പം തെങ്ങും സുഗന്ധവിളകളുമെല്ലാം ഈ കൃഷിയിടത്തിൽ വിളയുന്നു.
വിളകളെല്ലാം ഉൽപ്പാദനത്തിലേക്ക് വളർന്നപ്പോൾ വിപണനത്തിൽ ബ്ലെയ്സി തേടിയ വേറിട്ട വഴികളായിരുന്നു ഫാം സ്റ്റോറിയും മാംഗോ ഫെസ്റ്റും. പാലക്കാടുള്ള മാമ്പഴത്തിന്റെ മുഖ്യ പങ്കും ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നതും ഏറെ ആശ്വാസകരമെന്ന് ബ്ലെയ്സി പറയുന്നു. അഷ്ടമുടി കായലിനോട് ചേർന്ന് കിടക്കുന്ന ഏദൻ ഫാം എന്ന 4 ഏക്കർ കൃഷിത്തോട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു ഏദൻ തോട്ടം തന്നെയാണ്. ഏതു ചൂടിലും എയർ കണ്ടീഷൻഡായ സുഖശീതളമായ കൃഷിത്തോട്ടം. കൃഷിക്ക് കൂട്ടായി പശുവും ആടും കോഴിയും ഉൾപ്പെട്ട ഒരു സംയോജിത ഫാം യൂണിറ്റും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ആത്മാ പദ്ധതി പ്രകാരം IFS പ്ലോട്ട് നമ്മുടെ ഈ ഫാമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലീഡ്സ് കർഷകയായ ബ്ലെയ്സി ജോർജ് എല്ലാ വർഷവും നമ്മുടെ ലീഡ്സിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ സജ്ജമാക്കുന്നുണ്ട്. BDP പദ്ധതി പ്രകാരം ഒരു റെയിൻ ഷെൽട്ടർ നമ്മൾ ഈ ഫാമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി വികസന പദ്ധതിയിൽ കൃഷിക്കുള്ള സബ്സിഡികളും കൊടുത്തു വരുന്നുണ്ട്. CDB പദ്ധതി പ്രകാരം തെങ്ങിന് മരുന്ന് തളിക്കൽ എന്ന പദ്ധതിയിൽ നമ്മൾ ഈ 1 ഏക്കർ കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓണാട്ടുകര വികസന ഏജൻസിയുടെ എള്ള് കൃഷിയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു 50 സെൻറ്റോളം എള്ള് കൃഷിയും ചെയ്തിട്ടുണ്ട്. അഷ്ടമുടി കായലിൻ്റെ ഓരത്ത് അവക്കാഡോ മുതൽ കാപ്പി ഉൾപ്പെടെ വൈവിധ്യ വിളകളുടെ കേദാരഭൂമിയാണ് ഏദൻസ് ഫാം. അവക്കാഡോ, പെർഫ്യൂം ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന കെപ്പൽ, പാകിസ്ഥാൻ മൾബറി, എത്ര ക്ഷീണം വന്നാലും കുളിർമ പകരുന്ന ബറാബ, കസ്റ്റാർഡിനെ വെല്ലുന്ന മിൽക്ക് ഫ്രൂട്ട്, എഗ് ഫ്രൂട്ട്, അബിയു, 250 മൂട് പ്ലാവ്, ചെറിയ കിളിച്ചുണ്ടൻ, പ്രിയൂർ ഉൾപ്പെടെയുള്ള നാടൻ മുത്തശ്ശി മാവുകൾ ഒക്കെ ഏദൻസ് ഫാമിലെ വിശിഷ്ട അതിഥികളാണ്. ഇവിടെ നമ്മൾ ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അത് വിശേഷം നാടൻ വെറൈറ്റി മാവുകൾ, ഈ പഴയ വെറൈറ്റികൾ. അതായത് നമ്മൾ ഇപ്പം അത് കാണാൻ പോലുമില്ല. നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിന്ന കരട്ടി മാവ്, അതുപോലെ തന്നെ ഈ നാടൻ വെറൈറ്റികൾ, ചെറിയ കിളിച്ചുണ്ടനുണ്ട്, കറുത്ത മൂവാണ്ടനുണ്ട് ഇവിടെ. പിന്നെ ഈ പ്രിയൂരിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, പിന്നെ മൽഗോവയുണ്ട്, പിന്നെ കുളമ്പ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം കുളമ്പ. മൽഗോവയും ആൽപ്പിൾ റൊമാനിയയും 2 തരം മൽഗോവയുണ്ട് ഇവിടെ. പിന്നെ നാടൻ വെറൈറ്റി ഉണ്ട്. നാടൻ വെറൈറ്റി തന്നെ ഏകദേശം ഒരു 3-4 വെറൈറ്റി ഉണ്ട്. നമ്മളവിടെ പ്രസൻറ്റേഷന് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മാങ്ങയെല്ലാം. സ്വന്തം ആവശ്യത്തിനുള്ള ഫലവൃക്ഷ തൈകളുടെ ഉൽപ്പാദനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഫാം സ്റ്റോറി എന്ന നഴ്സറിക്ക് ബ്ലെയ്സി തുടക്കമിട്ടത്. എന്നാൽ തുടർന്നങ്ങോട്ട് നടീൽ വസ്തുക്കൾക്ക് പുറമെ പുരയിടത്തിൽ വിളയുന്നതെന്തും വരുമാനമാക്കാൻ ഫാം സ്റ്റോറിയിലൂടെ ബ്ലെയ്സിക്ക് സാധ്യമാകുന്നു. ഇത് നമ്മളുടെ ബൈ പ്രോഡക്ട്സ് ആണ്. അതായത് നമുക്ക് നട്ട്മഗ് ഉണ്ട് അവിടെ ഫാമിൽ. അപ്പോൾ അന്നേരം നട്ട്മഗിൻ്റെ തോട് വെച്ചിട്ടുള്ള ഒരു ക്യാൻഡിയാണ് നമ്മളിത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇത് ക്യാൻഡി. ഈ ക്യാൻഡി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ജ്യൂസാണ് ഇത് സ്ക്വാഷ് ആക്കിയേക്കുന്നത്. ഇത് നമ്മളുടെ. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, ഇരുന്നോളും. പിന്നെ നമ്മളിത് മാങ്കോ തെര, മാങ്കോ ഹൽവ, പിന്നെ മാങ്കോ ജാമ്, പിന്നെ മാങ്കോ ജ്യൂസുണ്ട്. പിന്നെ ഇത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഈ മാങ്ങ ഇഞ്ചി എന്ന് പറയും. ഈ മാങ്ങ ഇഞ്ചിയുടെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു സ്ക്വാഷും ചെയ്യുന്നുണ്ട്. അച്ചാർ, സ്ക്വാഷ്, പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ. പിന്നെ നട്ട്മഗിൻ്റെ തന്നെ നമ്മൾ തന്നെയാണ് നട്ട്മഗും സെയിൽ ചെയ്യുന്നത്. നട്ട്മഗ് നമ്മൾ 100 ഗ്രാമിൻ്റെ ബോട്ടിൽ, ഇത് ഫ്ലവർ ഫസ്റ്റ് ക്വാളിറ്റി, ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഫാമിൽ നെയ്യ്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, പിന്നെ മുട്ട, ഡെയിലി ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് മക്കോട്ടാദേവ ഉണങ്ങിയത്. നമ്മൾ ഒന്നും വേസ്റ്റ് ചെയ്യാതുള്ളൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മക്കോട്ടാദേവയുണ്ട്. അപ്പോൾ തന്നെ നമ്മളത് ഉണക്കി ചെറിയ പാക്കറ്റിലാകുമ്പോൾ ആൾക്കാർക്ക് നമ്മളിത് ആവശ്യക്കാർക്ക് അയച്ചും കൊടുക്കുന്നുണ്ട്. നമ്മുടെ എള്ള് അതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അതായത് നമ്മുടെ പാലക്കാടത്തെ ഇടവിളയായിട്ട് നമ്മൾ മഞ്ഞളാണ് ചെയ്യുന്നത്. പൗഡർ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞളാണ്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയാണ്, പ്രതിഭ ഇനത്തിലുള്ള മഞ്ഞളിൻ്റെ പൗഡറാണ് നമ്മൾ. പിന്നെ നമ്മുടെ ഫാമിലുള്ള കുടംപുളി, നമ്മുടെ സാമ്പാർ പുളി, പിഴുപുളി എന്ന് പറയും നമ്മളിവിടെ. അത് എല്ലാം നമ്മൾ മുട്ട, പാൽ ഉൾപ്പെടെ നമ്മളിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമുക്ക്. ഇത് വെർജിൻ ഓയിൽ ചെറിയ ബോട്ടിലും ഉണ്ട്, വലിയ ബോട്ടിലും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഉള്ളത് ചീരയായാലും പച്ചക്കറി ആയാലും എന്തായാലും അവൈലബിൾ ആവുന്ന സാധനങ്ങളിടും. മുട്ട ഡെയിലി ഉള്ളത് അങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത്.
വെച്ചൂർ, കൃഷ്ണ ഉൾപ്പെടെയുള്ള നാടൻ പശുക്കളും കനേഡിയൻ ഡ്വാർഫ് ഇനത്തിൽപ്പെട്ട ആട്ടിൻകൂട്ടവും കോഴികളും ഉൾപ്പെടെ ജന്തുജാലവൃന്ദവും ഏദൻ ഫാമിലെ ജൈവ കൃഷിക്ക് കൂടുതൽ കരുത്തേകുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് ജോർജ് ജോസഫിൻ്റെയും കുടുംബാംഗങ്ങളുടെയും അളവറ്റ പിന്തുണയും ബ്ലെയ്സിക്ക് ലഭിക്കുന്നുണ്ട്. 2021 മികച്ച കർഷക വനിതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കർഷക തിലകം അവാർഡിനും ബ്ലെയ്സി അർഹയായി. അവാർഡ് ജേതാവിൻ്റെ ഉത്തരവാദിത്വം ഏറെ ഊർജ്ജസ്വലതയോടെ ഏറ്റെടുത്ത് മാവ് കൃഷിയുടെ സമസ്ത മേഖലകളിലും ഏറെ തിളക്കത്തോടെ മുന്നേറുന്ന ബ്ലെയ്സിയുടെ അടുത്ത ലക്ഷ്യമാണ് അഷ്ടമുടി കായലിനോട് ചേർന്നുള്ള ഈ കൃഷിയിടത്തിലും പാലക്കാടും ഫാം ടൂറിസം ആരംഭിക്കുക എന്നത്. ഇത് നമ്മളിനി അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നൊരു പ്ലോട്ടാണ്. നമ്മളുടെ ഒരു ഫാം ടൂറിസത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ നാച്ചുറലായിട്ട് ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ചെയ്യാനാണ്. കൃഷിയിൽ മൂലധന നിക്ഷേപത്തിനൊപ്പം തന്നെ പഠിക്കാനും തിരുത്താനും പൊരുതാനും അതിജീവിക്കാനും വർഷങ്ങളോളം നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന സുസ്ഥിര കൃഷിയിടം. വിള ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ ഫലപ്രദമായ വിപണനം വരെയുള്ള ഘടകങ്ങൾ പരസ്പരം കോർത്തിണക്കിയാണ് ബ്ലെയ്സി ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. കൂടുതൽ വിവരങ്ങൾക്ക് 7356864896.